വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് GK. എല്ലാവർക്കും നമസ്കാരം. ജലം ഭൂമിയിലെ ജീവന്റെ ആധാരമാണ്. ഏറ്റവും അമൂല്യമായ പ്രകൃതി വിഭവമാണ് ജലം. ഭൂമിയുടെ ഉപരിതലത്തിൽ 70% ജലമാണ്. അതിൽ 97.5% സമുദ്രജലവും 2.5% ശുദ്ധജലവുമാണ്. ശുദ്ധജല ദൗർലഭ്യം ഇന്ന് ഒരു ആഗോള പ്രശ്നമായി മാറിയിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ സാമൂഹിക അവസ്ഥയെയും സാമ്പത്തിക രംഗത്തെയും ജലത്തിന്റെ ലഭ്യത നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും അനിയന്ത്രിതമായ ജല ഉപഭോഗവും കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ ജലദൗർലഭ്യം 10 മടങ്ങായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആഗോള അനുപാതത്തിൽ ശുദ്ധജലത്തിന്റെ പ്രതിദിന ഉപഭോഗം ഏകദേശം 10 ബില്യൺ ടണ്ണാണ്. നമ്മുടെ ലഭ്യമായ ജലസ്രോതസ്സുകളിലൂടെ തിരികെ ലഭിക്കാവുന്നതിൽ എത്രയോ അധികമാണ് ഈ ഉപഭോഗം. 2050 ആകുമ്പോഴേക്കും 10 ബില്യണിൽ അധികമാവുന്ന ലോക ജനസംഖ്യക്ക് ഇപ്പോഴുള്ളതിന്റെ 55% അധികം ശുദ്ധജലത്തിന്റെ ആവശ്യകതയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശുദ്ധജലത്തിന്റെ ലഭ്യത 25 വർഷം കൊണ്ട് 1/3 ചുരുങ്ങുകയും ഉപഭോഗം ഇരട്ടിയാവുകയും ചെയ്തു. നമ്മുടെ പ്രകൃതിദത്ത ജലസംഭരണികളായ തണ്ണീർത്തടങ്ങൾ, കായലുകൾ, തോടുകൾ, പാടങ്ങൾ, കുളങ്ങൾ, ചതുപ്പുനിലങ്ങൾ എല്ലാം അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു. ജലസ്രോതസ്സുകൾ മിക്കതും മലിനപ്പെട്ടു കഴിഞ്ഞു. മലിനജല ഉപയോഗം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാൽ ലോകമാകെ ഓരോ വർഷവും 16 ലക്ഷത്തോളം കുട്ടികൾ മരിക്കുന്നു. പ്രകൃതിയുടെ ജലസംഭരണി ആത്യന്തികമായി മണ്ണാണ്. മണ്ണിൽ ജലം സൂക്ഷിക്കുന്നതിന് ചില അനുകൂല ഘടകങ്ങൾ ഉണ്ടാവണം. സസ്യാവരണവും മണ്ണിലെ മറ്റ് ജൈവാംശ സാന്നിധ്യവുമാണ് മണ്ണിൽ വെള്ളം കിനിഞ്ഞിറങ്ങുവാനും സംഭരിക്കപ്പെടാനും സഹായിക്കുന്നത്. ലോകത്ത് ആകെ ലഭ്യമായ ശുദ്ധജലത്തിൽ 1% താഴെ മാത്രമാണ് ഉപയോഗയോഗ്യമായിട്ടുള്ളത്. അതിൽ തന്നെ ഭൂരിഭാഗവും സംഭരിക്കപ്പെടുന്നത് തണ്ണീർത്തടങ്ങളിലാണ്. ഇന്ന് ഫെബ്രുവരി 2, ലോക തണ്ണീർത്തട ദിനം. 1997 മുതലാണ് അന്തർദേശീയ തലത്തിൽ തണ്ണീർത്തട ദിനം ആചരിച്ചു തുടങ്ങിയത്. 1971 ഫെബ്രുവരി 2 ഇറാനിലെ റംസാറിൽ നടന്ന തണ്ണീർത്തടത്തെ സംബന്ധിക്കുന്ന അന്താരാഷ്ട്ര കൺവെൻഷനെ അനുസ്മരിച്ചാണ് ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമായി തിരഞ്ഞെടുത്തത്. അനുദിനം നശിച്ചുകൊണ്ടിരിക്കുന്ന തണ്ണീർത്തടങ്ങൾ ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് എന്ന തിരിച്ചറിവിലാണ് ഇറാനിലെ റാംസറിൽ 1971 ഒരു അന്താരാഷ്ട്ര ഉച്ചകോടി സംഘടിപ്പിക്കപ്പെട്ടത്. അതിന്റെ തുടർച്ചയായി തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനും വേണ്ടി അന്താരാഷ്ട്ര സഹകരണവും പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രൂപം കൊണ്ട ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. ഒരു പ്രത്യേക പരിസ്ഥിതി വ്യൂഹത്തിന് അഥവാ എക്കോസിസ്റ്റത്തിന് മാത്രമായി രൂപം കൊണ്ട ഒരേ ഒരു അന്താരാഷ്ട്ര പാരിസ്ഥിതിക ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. ഇനി പറയുന്നവയാണ് റംസാർ ഉടമ്പടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ തണ്ണീർത്തടങ്ങൾക്കുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടുക, മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി ബോധവൽക്കരിക്കുക, തണ്ണീർത്തടങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷോപലക്ഷം ജന്തു പക്ഷിവർഗങ്ങളെ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കുക. എന്താണ് തണ്ണീർത്തടങ്ങൾ? ജലസമൃദ്ധമായതും സ്ഥിരമായി ഈർപ്പം തങ്ങി നിൽക്കുന്നതുമായ ഭൂപ്രദേശത്തെയാണ് തണ്ണീർത്തടം എന്ന് പൊതുവെ വിളിക്കപ്പെടുന്നത്. റംസാർ ഉടമ്പടിയിലാണ് ആദ്യമായി തണ്ണീർത്തടങ്ങൾക്ക് ആധികാരികമായ ഒരു നിർവചനം നൽകപ്പെട്ടത്. ചതുപ്പ് നിറഞ്ഞതോ വെള്ളക്കെട്ട് നിറഞ്ഞതോ ആയ ഭൂപ്രദേശം, പ്രകൃത്യാലുള്ളതോ മനുഷ്യനിർമ്മിതമോ സ്ഥിരമോ താൽക്കാലികമോ ആയി ജലമൊഴുകുന്നതോ കെട്ടിക്കിടക്കുന്നതോ ആയ ശുദ്ധജലത്താലോ കായൽ ജലത്താലോ കടൽ വെള്ളത്താലോ നിറഞ്ഞതും വേലിയേറ്റവും വേലിയിറക്കവും അനുഭവപ്പെടുന്നതും 6 മീറ്ററിൽ താഴെയെങ്കിലും ആഴമുള്ളതുമായ ജലസസ്യങ്ങളോ ജലത്തിൽ വളരുന്നതിന് രൂപപ്പെട്ട സസ്യങ്ങളോ വളരുന്നതുമായ ഭൂപ്രദേശങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ അഥവാ വെറ്റ്ലാൻഡ് എന്ന് നിർവചിച്ചിരിക്കുന്നത്. ചെറുതും വലുതുമായ തടാകങ്ങൾ, നദികൾ, അരുവികൾ, അഴിമുഖങ്ങൾ, ഡെൽറ്റകൾ, കണ്ടൽ പ്രദേശങ്ങൾ, പവിഴപ്പുറ്റുകൾ നിറഞ്ഞ പ്രദേശങ്ങൾ, ചതുപ്പ് പ്രദേശങ്ങൾ, താഴ്ന്ന നിരപ്പിലുള്ള നെൽവയലുകൾ, അണക്കെട്ടുകൾ, ജലസംഭരണികൾ, ഋതുഭേദങ്ങൾ മൂലം വെള്ളത്തിനടിയിലായ സമതല പ്രദേശങ്ങളും വനഭൂമികളും എന്നിവയെല്ലാം തണ്ണീർത്തടത്തിന്റെ നിർവചനത്തിൽ വരുന്നവയാണ്. ഒരു പരിസ്ഥിതി വ്യൂഹത്തിലെ ജലചക്രത്തിൽ നിർണായക ഘടകമായ തണ്ണീർത്തടങ്ങളെ ഭൂമിയുടെ വൃക്കകൾ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. പാരിസ്ഥിതിക സന്തുലനത്തിൽ തണ്ണീർത്തടങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും പരിതസ്ഥിതിയുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും തണ്ണീർത്തടങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ജൈവ പാരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങളിലെ തണ്ണീർത്തടങ്ങൾക്കുള്ള പങ്ക്, അവയുടെ പ്രാധാന്യം ഏറ്റവും ഉയർത്തിക്കാട്ടുന്നവയാണ്.
ആഹാരം, വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസംഭരണം, തീരദേശ സംരക്ഷണം, മാലിന്യ സംസ്കരണം, ജീവജാലങ്ങളുടെ ആവാസ പ്രദേശം. ജലശുചീകരണം, വെള്ളപ്പൊക്ക നിയന്ത്രണം, തീരസംരക്ഷണം എന്നിവ ഇതിൽ സുപ്രധാനമാണ്. തണ്ണീർത്തടങ്ങൾ മറ്റുള്ള ആവാസ വ്യവസ്ഥകളെക്കാൾ ജൈവ വൈവിധ്യ സമ്പന്നമാണ്. നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് തണ്ണീർത്തടങ്ങൾ. റംസാർ ഉടമ്പടി പ്രകാരം തണ്ണീർത്തടങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, സമുദ്രം അഥവാ തീരപ്രദേശത്തുള്ളവ, സമുദ്രതീരത്തോ തീരത്തോടടുത്ത പ്രദേശങ്ങളിലോ കാണപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ. രണ്ട്, ഉൾനാടൻ തണ്ണീർത്തടങ്ങൾ, സമുദ്രതീരത്തു നിന്നും വേറിട്ട് ഉൾപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ. മൂന്ന്, മനുഷ്യനിർമ്മിത തണ്ണീർത്തടങ്ങൾ, മനുഷ്യനിർമ്മിതമായ കൃത്രിമമായ ജലാശയങ്ങളോ അനുബന്ധ പ്രദേശങ്ങളോ ആയ തണ്ണീർത്തടങ്ങൾ. ബ്രസീൽ, ബൊളീവിയ, പരാഗ്വേ എന്നിങ്ങനെ 3 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തടമാണ് പാന്റനാൽ. ഭൂമിശാസ്ത്രപരമായ വിസ്തൃതിയേക്കാൾ പാന്റനാലിനെ വ്യത്യസ്തമാക്കുന്നത് അതിൽ സംരക്ഷിക്കപ്പെടുന്ന ജൈവ വൈവിധ്യത്തിന്റെ വലിപ്പവും വ്യത്യസ്തതയുമാണ്. 3500 ജാതി സസ്യങ്ങൾ, 650 ജാതി പക്ഷികൾ, 400 ജാതി മത്സ്യങ്ങൾ, 100 ജാതി സസ്തനികൾ, 80 ജാതി ഉരഗങ്ങൾ എന്നിവ പാന്റനാലിൽ കാണപ്പെടുന്നു. 1 കോടിയോളം ചീങ്കണ്ണികളാണ് ഇവിടെ വസിക്കുന്നത്. കരിഞ്ചന്തയിൽ $10,000 വിലയുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ഹയസിന്ത് തത്തകളുടെ ജന്മസ്ഥാനം കൂടിയാണ് പാന്റനാൽ. തണ്ണീർത്തടങ്ങളുടെ നശീകരണം. ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന പ്രദേശങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. ആഗോളതലത്തിൽ 1900-ന് ശേഷം പകുതിയോളം തണ്ണീർത്തടങ്ങൾ അപ്രത്യക്ഷമായെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും പ്രകൃത്യാലുള്ള കാരണങ്ങളാലും അതിലേറെ മനുഷ്യന്റെ അമിതമായ കടന്നുകയറ്റവും ഈ നാശത്തിന് കാരണമായി വർത്തിക്കുന്നു. വരൾച്ച, കൊടുങ്കാറ്റ്, മണ്ണൊലിപ്പ്, സമുദ്രജല വിതാനത്തിന്റെ ഉയർച്ച, അമിത പോഷണം എന്നിവയാണ് തണ്ണീർത്തടങ്ങളുടെ നാശത്തിന് കാരണമാകുന്ന പ്രകൃത്യാലുള്ള പ്രതിഭാസങ്ങൾ. വികസന പ്രവർത്തനങ്ങൾക്കുള്ള തണ്ണീർത്തടങ്ങൾ നികത്തലും, കീടനാശിനി പ്രയോഗം, ടൂറിസം, മാലിന്യം പുറന്തള്ളൽ, ഡാം നിർമ്മാണം, ധാതു ഖനനം, ക്രമാതീതമായ മത്സ്യബന്ധനം ഇങ്ങനെയുള്ള അമിതമായ മാനുഷിക ഇടപെടലുകൾ തണ്ണീർത്തടങ്ങളുടെ ദ്രുതഗതിയിലുള്ള നാശത്തിന് കാരണമായിട്ടുണ്ട്. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ഭക്ഷ്യസുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. ഇതിനായി അന്താരാഷ്ട്ര തലത്തിൽ നടന്ന വലിയ ഇടപെടലാണ് യുനെസ്കോയും AUCN ചേർന്ന് 1971 നടത്തിയ റാംസർ കൺവെൻഷൻ. അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളുടെ ഒരു പട്ടിക ഈ കൺവെൻഷൻ പ്രഖ്യാപിക്കുകയുണ്ടായി. പുതിയ സംരക്ഷിത മേഖലകൾ കണ്ടെത്തുന്ന മുറക്ക് ഈ പട്ടികയിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. അന്റാർട്ടിക്ക ഒഴികെ ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും തണ്ണീർത്തടങ്ങൾ കാണപ്പെടുന്നു. ലോകത്താകമാനം ഇതുവരെ 2414 തണ്ണീർത്തട പ്രദേശങ്ങളാണ് സംരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള റാംസർ സൈറ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 175 തണ്ണീർത്തടങ്ങളുള്ള യുണൈറ്റഡ് കിങ്ഡം ആണ് ഏറ്റവും അധികം തണ്ണീർത്തടങ്ങളുള്ള രാജ്യം. ഇന്ത്യയിൽ നിന്ന് 42 പ്രദേശങ്ങളാണ് യുനെസ്കോയുടെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. റാംസർ സമ്മേളന വ്യവസ്ഥകൾ അനുസരിച്ച് ഇന്ത്യയിലെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളാണ് റാംസർ തണ്ണീർത്തട മേഖലകളിൽ വരുന്നത്. ഒറീസയിലെ ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ്. കേരളത്തിൽ നിന്ന് 3 കായൽ പ്രദേശങ്ങളാണ് റാംസാർ സൈറ്റുകളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ട തടാകം, വേമ്പനാട്ട് കോൾ നിലങ്ങൾ എന്നിവയാണ് ഇവ. റാംസാർ ഉടമ്പടിയിലെ അംഗമായ ഒരു രാജ്യമാണ് ഇന്ത്യ. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി ഇന്ത്യയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിൽ ഒരു തണ്ണീർത്തട വിഭാഗം പ്രവർത്തിക്കുന്നു. റാംസാർ ഉടമ്പടി വരുന്നതുവരെ ഇന്ത്യയിൽ തണ്ണീർത്തടങ്ങളെ സംബന്ധിച്ച് യാതൊരു നിയമവും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും നിലനിൽപ്പും ഉറപ്പുവരുത്തുവാനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനാണ്. രാജ്യത്ത് ഭീഷണി നേരിടുന്ന തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുവാനായി തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും എന്ന നിയമാവലിക്ക് 2010 വനം പരിസ്ഥിതി മന്ത്രാലയം രൂപം കൊടുത്തിരുന്നു. 2011 തണ്ണീർത്തട സംരക്ഷണ പരിപാലന നിയമത്തിന്റെ വിജ്ഞാപനം ഇന്ത്യൻ സർക്കാർ പുറപ്പെടുവിച്ചു. തണ്ണീർത്തടങ്ങളും ജലവും എന്നതാണ് ഈ വർഷത്തെ അന്തർദേശീയ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. എല്ലാവർക്കും നന്ദി.